എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരോട്, മുസ്ലിം സഹോദരന്മാരോട്, ക്രൈസ്തവ സഹോദരന്മാരോട്, ബുദ്ധമതക്കാരോട്, മതമില്ലാത്തവരോട് എല്ലാവരോടും വിളിച്ചു പറയാനുള്ളത്, മുല്ലയും റോസയും ജമന്തിയും എല്ലാം ഒരുമിച്ച് വിസരിച്ചു നിൽക്കുന്ന ഇന്ത്യയായ പൂന്തോട്ടം, ഈ പൂന്തോട്ടത്തെ മതത്തിന്റെയും വർഗത്തിന്റെയും ഡിസ്ക്രിമിനേഷൻ വരുത്തിയിട്ട് ഇവിടെ എന്തൊക്കെയോ നേടിയെടുക്കാൻ പല ദുരൂഹ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് വശംവദരാകാതെ എന്റെ ഇന്ത്യ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും എല്ലാ മതക്കാരന്റെയും രാജ്യമാണെന്ന് മനസ്സിലാക്കി ഒരുമയോടെ എന്റെ ഇന്ത്യ, എന്റെ ഭാരതം എന്ന ചിന്തയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ രാജ്യത്തിനാണ് വരിക. ഹൈന്ദവൻ മരിച്ചാലും ക്രൈസ്തവൻ മരിച്ചാലും ഈ റോഡിൽ കിടന്നുകൊണ്ട് ജീവനോട് മല്ലടിക്കുന്നത് ഏതു മനുഷ്യനാണാലും ശരി, അവന്റെ മതത്തെക്കാളുപരി അവന്റെ മാനുഷികമായ മൂല്യത്തെ പരിഗണിക്കാൻ പരസ്പരം നമുക്ക് സാധിക്കുമ്പോഴേ ഈ രാജ്യത്തെ വലുതാക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. മറ്റെല്ലാ രാജ്യത്തെക്കാളും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നവർ, 22 ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വൈഭിന്നങ്ങളും വൈജാത്യങ്ങളുമായ വീക്ഷണങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ ഇന്ത്യ മഹാരാജ്യത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്നേഹത്തോടുകൂടി സമീപിക്കണം. ഇത് പറയുമ്പോൾ മുസ്ലിംകൾ ഈ രാജ്യത്തെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്താറുണ്ട്. ഒരിക്കലും അതൊരു മുസ്ലിം ഇന്ത്യയെ കെട്ടിപ്പടുക്കാനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാരായിരുന്നു? മുഗളന്മാരായിരുന്നു. അക്ബറിന്റെയും അതുപോലെ തന്നെ ഔറംഗസീബിന്റെയും അടക്കമുള്ള തുഗ്ലക്കടക്കമുള്ള ഭരണാധികാരികൾ. മുഗളന്മാരുടെ കയ്യിൽ ഈ രാജ്യം മുഴുവനും ഇതിനേക്കാൾ വലിയ വിസ്തൃതിയോടുകൂടി കയ്യിലമർന്നിരുന്നപ്പോ അക്ബറോ ഔറംഗസീബോ തുഗ്ലക്കോ ഷെർഷയോ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കണമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ആ നിമിഷം ഞൊടിയുടെ കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭരണത്തിന്റെ വ്യവസ്ഥിതിയുടെ നടുവിലും ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ അവർ ശ്രമിച്ചില്ല. അതുകൊണ്ട് അക്ബറിന്റെയും അതുപോലെ കഴിഞ്ഞുപോയ മുഗളന്മാരായ ഭരണാധികാരികൾ, ബാബർ ചക്രവർത്തി മുതൽ ഇങ്ങോട്ടുള്ള ഈ രാജ്യത്തെ സ്നേഹിച്ച, ഇതിന്റെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിച്ച, ഇന്നും നമ്മുടെ അമരത്ത് അഥവാ നമ്മുടെ ഭരണസിരേ കേന്ദ്രമായ ഡൽഹിയിൽ മുഗളന്മാരുടെ ഭരണത്തിന്റെ ചൈതന്യങ്ങൾ ഇപ്പോഴും തുടിപ്പോടുകൂടി നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം എടുത്തു പറയുമ്പോൾ ഷാജഹാനിന്റെയും ബാബറിന്റെയും അക്ബറിന്റെയും ഔറംഗസീബിന്റെയും തുഗ്ലക്കിന്റെയും ഭരണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രം വിലയിരുത്താൻ കഴിയില്ല. അത്രയും കൃത്യമായ അനാവരണങ്ങൾക്ക് വിധേയമാകുന്ന വിധം രാജ്യത്തിന് മഹനീയമായ ചരിത്രത്തിന്റെ തെളികൾ അടയാളപ്പെടുത്തി തന്ന മഹത്വങ്ങളായ മുൻഗാമികളാരും ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിച്ചില്ല. ഇവിടെയുള്ള ഹൈന്ദവരെ കണ്ണുരുട്ടി ഭയപ്പെടുത്തിയില്ല. ഇവിടെയുള്ള ക്രൈസ്തവരോട് വിദ്വേഷം കാണിച്ചില്ല. ഇവിടെയുള്ള മുസ്ലിംകൾക്കെതിരെ യുദ്ധം നടത്തിയില്ല. വാവരും അയ്യപ്പനും ഒരുപോലെ നിന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിനുള്ളത്, നമ്മുടെ കേരളത്തിന്റെ ഇന്നലകൾക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമയോടെ സ്വരുമയോടെ മുന്നോട്ട് പോയി ഈ രാജ്യത്തെ ബഹുമത സമൂഹങ്ങളെയും വിഭിന്ന സംസ്കാരങ്ങളെയും സൗഹാർദ്ദത്തോടെ സ്വീകരിക്കാൻ ഇന്ത്യക്കാരായ നമുക്ക് കഴിയണം.